ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB എക്സാമിറ്റ്. ഇന്ന് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ടേംസിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന ടേമുകൾ ഓഡിറ്റ് പ്രൊസീജിയർ, ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് മെമ്മോറാണ്ടം, ഓഡിറ്റ് മാനുവൽ ആൻഡ് ഓഡിറ്റ് ഫ്ലോ ചാർട്ട്. ഇങ്ങനെ 5 ടേമുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. The method of work to be adopted by a particular auditor based on his individual experience and training and with circumstances of each case is known as audit procedures. Audit procedures എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ട്രെയിനിങ്ങിൽ നിന്നും അവർ നേരിട്ടിട്ടുള്ള സർക്കംസ്റ്റാൻസസ്, അവരുടെ ഓഡിറ്റിങ്ങിൻ്റെ സർക്കംസ്റ്റാൻസസിൽ നിന്നും അവർ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ഓഫ് വർക്കാണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അവരുടെ ഓഡിറ്റിംഗ് സമയത്ത് അവർക്ക് നേരിട്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും ഉടലെടുത്തിരിക്കുന്ന കുറച്ച് മെത്തേഡ്സ് വെച്ച് ആയിരിക്കും അവർ തുടർന്നുള്ള ഓഡിറ്റിംഗ് നടത്തുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് പ്രൊസീജിയർ ഏറ്റവും ഭംഗിയായിട്ടും പെട്ടെന്ന് തീർക്കാനായിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് യൂസ് ഓഫ് സ്പെഷ്യൽ ടിക്സ്. The auditor uses distinctive ticks of various colors while checking the books of accounts. ഓഡിറ്റേഴ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിലുള്ള സ്പെഷ്യൽ ടിക്ക് മാർക്കുകൾ യൂസ് ചെയ്യും. അത് പല പല കളറുകളിലായിരിക്കും. ഓരോ കളറിനും അതിൻ്റേതായ ഓരോ പ്രത്യേകതകളും ഉണ്ടായിരിക്കും. അതാണ് സ്പെഷ്യൽ ടിക്സ് മാർക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് routine checking of common books and records by an auditor as a matter of routine is known as routine checking. Through routine checking, the auditor can find out certain clerical errors and simple frauds. routine checking എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ കോമൺ ബുക്സ് ഓഫ് അക്കൗണ്ട്സും റെക്കോർഡ്സും ഓഡിറ്റർ ഒരു റുട്ടീനായിട്ട് ചെക്ക് ചെയ്യും. ഇങ്ങനെ റുട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നത് മൂലം നമുക്ക് ക്ലറിക്കൽ എറേഴ്സും ചെറിയ രീതിയിലുള്ള ഫ്രോഡുകളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് അവർ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ടു സെലക്ട് ആൻഡ് എക്സാമിൻ എ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഫ്രം എ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റം. A test checking does not reveal any error. The auditor assumes that the books of accounts are accurate. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ ആയിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് അതിനെ എക്സാമിൻ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് മൂലം എററുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരുപാട് വലിയ ഓർഗനൈസേഷനുകളിലൊക്കെ സാമ്പിൾസിൽ നിന്നാണ് അവർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സാമ്പിൾ എടുത്ത് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം അവരത് ചെക്ക് ചെയ്യും. അതല്ല എങ്കിൽ ഓഡിറ്റേഴ്സ് അസ്യൂം ചെയ്യും. പല സ്ഥലത്ത് നിന്ന് ഓരോ സാമ്പിളുകൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളത് അസ്യൂംസ് ചെയ്യും. സർപ്രൈസ് ചെക്ക്. Surprise check constitutes a system under which an auditor makes a surprise checking of some of the important items. It should be at least once in the course of an audit. സർപ്രൈസ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ സർപ്രൈസ് ആയിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ ചെക്ക് ചെയ്യും. പെട്ടെന്ന് കയറി വന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടുത്തെ അക്കൗണ്ട്സിൻ്റെ ആക്യുറസി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സർപ്രൈസ് ചെക്സ്
ഓഡിറ്റിങ്ങിൻ്റെ കോഴ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തിയിരിക്കും. ഇതാണ് സർപ്രൈസ് ചെക്ക്. ഇങ്ങനെയുള്ള പല പല മെത്തേഡുകൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടി അതൊരു മെത്തേഡാക്കി എളുപ്പമാക്കി മാറ്റുന്നതിനാണ് ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് നോക്കാം. ഓഡിറ്റ് കമ്മിറ്റി ഈസ് എ കമ്മിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി whose specific responsibility is to review the annual financial statements before submission to the board of directors. ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഒരു കമ്മിറ്റിയാണ്. അവരുടെ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിവ്യൂ നടത്തുക എന്നുള്ളതാണ്. നോർമലായിട്ട് ഈ ഓഡിറ്റ് കമ്മിറ്റിയിൽ 3 മുതൽ 5 വരെ മെമ്പേഴ്സ് ഉണ്ടാവും. ഇതാണ് ഓഡിറ്റ് കമ്മിറ്റി. അടുത്തതായി നമുക്ക് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്താണെന്ന് നോക്കാം. ഓഡിറ്റ് മെമ്മോറാണ്ടം contains all the relevant points arising out of discussion between the auditor and his client regarding the accounting system adopted in the business. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററും ക്ലയൻറ്റും തമ്മിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ ഒരു കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ പറ്റി ഡിസ്കഷൻ നടത്തി കിട്ടുന്ന റെലവൻറ്റ് പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം. It also contains relevant information regarding the client such as place, types of business, methods of operation, personal policies adopted, period of audit, etc. അതുകൂടാതെ ഇതിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്ലയൻറ്റിൻ്റെ പ്ലേസ്, ടൈപ്പ് ഓഫ് ബിസിനസ്, മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻ, പേഴ്സണൽ പോളിസീസ്, പീരീഡ് ഓഫ് ഓഡിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്നതിനാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഓഡിറ്റ് മാനുവൽ എന്താണെന്ന് നോക്കാം. It is an internal auditing document containing detailed step-by-step audit procedures to be followed by the audit staff. It is prepared before the audit work is commenced. It acts as a guide containing all correspondence with the client, the audit program, procedure, information about the internal control system. ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് ഡോക്യുമെൻ്റാണ്. ഈ ഡോക്യുമെൻറ്റിൽ ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഓഡിറ്റ് സ്റ്റാഫ് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് മെൻഷൻ ചെയ്തിരിക്കും. ഇത് ഓഡിറ്റ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓഡിറ്റ് മാനുവൽ. ഇതൊരു ഗൈഡായിട്ടായിരിക്കും. അതായത് ആദ്യം ഇന്നത് കാര്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇന്നത് എന്നുള്ളത് റഫായിട്ട് നമ്മൾ എഴുതി വയ്ക്കും. അതിനാണ് ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഓഡിറ്റ് പ്രോഗ്രാംസ്, പ്രൊസീജിയർ, ഇൻഫർമേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുന്നേ കൂട്ടി തന്നെ എഴുതി വയ്ക്കുന്ന ഒരു റഫ് ഫിഗർ ഉണ്ടാക്കുന്നതാണ് ഓഡിറ്റ് മാനുവൽ എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഓഡിറ്റ് ഫ്ലോ ചാർട്ട് എന്താണെന്ന് നോക്കാം. Audit flowchart is a graphical representation of a system. A flowchart provides concise and comprehensive view of what takes place in an organization. Audit flowchart എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഓർഗനൈസേഷനിലെ സിസ്റ്റത്തിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഈ ഓഡിറ്റ് ഫ്ലോ ചാർട്ട് നോക്കുന്നതോടുകൂടി ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കൺസൈസ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ഇതിനെയാണ് ഓഡിറ്റ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 5 പോയിൻറ്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്